അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. മലപ്പുറം ജില്ലയിലെ കരിങ്കല്ലത്താണി സ്വദേശിയാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ മുഴുവനും ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ കൂടി മജ്ലിസുകൾക്ക് നേതൃത്വം നൽകി തുടങ്ങിയത്. പിന്നീട് ആ മജ്ലിസ് പതിനായിരക്കണക്കിന് കാഴ്ചക്കാരെ കൊണ്ട് വളർന്ന് പന്തലിക്കുകയായിരുന്നു. മജ്ലിസ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലും ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ സ്വലാത്ത് മജ്ലിസുകൾ ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ ഇപ്പോഴിതാ പല പല വിമർശനങ്ങളുമായിട്ടാണ് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ആറ്റക്കോയ തങ്ങളെ വിമർശിച്ചു കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ആറ്റക്കോയ തങ്ങൾ അല്ല എന്ന് പറയുന്നു. മറ്റു ചിലർ ഹാമിദ് ആറ്റക്കോയക്ക് വിവരമില്ല എന്ന് പറയുന്നു. മറ്റു വിമർശനങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകളിൽ നിന്നും ചില സഹോദരിമാരിൽ നിന്നും ആറ്റക്കോയ പൈസ വാങ്ങി എന്ന് പറയുന്നു. ഈ പറയപ്പെട്ട വിമർശനങ്ങളിലൊക്കെ തന്നെ എത്രത്തോളം കഴമ്പുണ്ട് എന്നറിയില്ല. എന്തൊക്കെ തന്നെയായാലും അദ്ദേഹത്തെ ശ്രവിക്കാൻ ദിവസം ചെല്ലുന്തോറും ആളുകൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല ഒരുപാട് ആളുകളാണ് ആറ്റക്കോയ തങ്ങൾക്ക് ഒരുപാട് പൈസ ഹദിയയായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ആളുകളൊക്കെ തന്നെ ആറ്റക്കോയ തങ്ങൾക്ക് ഹദിയയായി പൈസ കൊടുക്കണമെങ്കിൽ ഈ കൊടുക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സാധിപ്പിച്ച് കിട്ടുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അത് ചിലപ്പോൾ ആ സ്വലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ആ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ ബർക്കത്ത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ സാധിച്ച് കിട്ടുന്ന ആളുകളൊക്കെ തന്നെ ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് ഹദിയയായി പൈസ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, മുസ്ലിംകളെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എന്ന് പറയുമ്പോൾ, തങ്ങൾ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യപ്പെടേണ്ട ഒരു വിഭാഗമാണ് അവർ. അവർക്ക് ചിലപ്പോൾ അറിവുണ്ടാവണമെന്നില്ല, ദീനീപരമായി അവർക്ക് അറിവില്ല എങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ട ആളാണെങ്കിൽ അവരെ നമ്മളെല്ലാവരും ബഹുമാനിക്കാറുണ്ട്. അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് അറിവ് അധികമില്ല എങ്കിലും ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെ തന്നെയായാലും ഹാമിദ് ആറ്റക്കോയ തങ്ങൾക്ക് ലഭിക്കുന്ന ഹദിയ അഥവാ പൈസ അദ്ദേഹത്തിൻ്റെ ചിലവിലേക്ക് മാത്രമല്ല അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത്. അദ്ദേഹം ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പാവപ്പെട്ട സഹോദരിമാരെയാണ് വിവാഹം ചെയ്ത് അയക്കുന്നത്. കൂടാതെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ വർഷമാണ് അബ്ദുസ്സമദ് തങ്ങൾ എന്ന് പറയുന്ന മക്കയിലേക്ക് നടന്നുപോയി ഉംറ നിർവഹിച്ച് വന്ന അബ്ദുസ്സമദ് തങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം വീണ്ടും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഹാമിദ് ആറ്റക്കോയ തങ്ങളാണ് 2 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് ജപ്തിയിൽ നിന്നും ഒഴിവാക്കിയത്. ഹാമിദ് ആറ്റക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഫലം കായ്ക്കുന്ന മരത്തിലേക്ക് ആളുകൾ കല്ലെറിയുകയുള്ളൂ എന്ന പഴഞ്ചൊല്ലാണ്.